തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങളിൽ പ്രസാദത്തിനും നിവേദ്യത്തിലും അരളിപ്പൂവ് ഒഴിവാക്കി. ആലപ്പുഴയിലെ യുവതിയുടെ മരണം അരളിപ്പൂവ് കഴിച്ചതിനെ തുടർന്നാണെന്ന സംശയമുയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിൽ വിലക്കില്ല. ആലപ്പുഴയിൽ യുവതി മരിച്ചതും പത്തനംതിട്ടയിൽ പശുവും പശുക്കിടാവും ചത്തതും അരളിപ്പൂ കഴിച്ചാണെന്ന സംശയമുയർന്നിരുന്നു. അമ്പലങ്ങളിലെ പ്രസാദത്തിലും നിവേദ്യത്തിലും വ്യാപകമായി അരളിപ്പൂവാണ് ഉപയോഗിക്കുന്നത്. ഇത് ആശങ്കയുണ്ടാക്കിയ സാഹചര്യത്തിലാണ് താൽക്കാലികമായി പ്രസാദത്തിലും നിവേദ്യത്തിലും അരളിപ്പൂ ഒഴിവാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. അരളിപ്പൂ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടാകില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിവേദ്യ സമർപ്പണത്തിലും ഭക്തർക്ക് നൽകുന്ന അർച്ചന പ്രസാദത്തിലും അരളിപ്പൂ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചു. ക്ഷേത്ര നിവേദ്യ സമർപ്പണത്തിന് പരമാവധി തുളസി, പിച്ചി, മുല്ല, റോസ, ജമന്തി, തെറ്റി എന്നീ പുഷ്പങ്ങൾ ഉപയോഗിക്കണമെന്നും ബോർഡ് തീരുമാനിച്ചു. വിശ്വാസികളുടെ ആരോഗ്യം, ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിശ്വാസികളുടെ ആരോഗ്യം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. അതുകൊണ്ടാണ് ഡയറക്റ്റായി ഭക്തരിലേക്ക് എത്തുന്ന ഒരു വഴിപാടാണല്ലോ നിവേദ്യ സമർപ്പണം. അതിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അരളിപ്പൂവും ചെടികളും കൊടിയ വിഷമാണെന്നുള്ള സംശയം ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ നിർദ്ദേശിച്ചാൽ അമ്പലങ്ങളിൽ നിന്ന് പൂർണ്ണമായും പൂവ് ഒഴിവാക്കും. മരണത്തിലെ ഫോറൻസിക് റിപ്പോർട്ടും മറ്റ് പഠന റിപ്പോർട്ടുകളും വരുന്നവരെയാകും തീരുമാനം. നാളെ മുതൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങളിൽ തീരുമാനം നടപ്പിലാകും. ഇന്ന് ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗമാണ് താൽക്കാലികമായി അരളിപ്പൂ ഒഴിവാക്കാൻ തീരുമാനമെടുത്തത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.